ഹായ് സുഹൃത്തുക്കളെ, ഞാൻ കുറച്ചായല്ലോ ഫ്രൂട്ട്സ് പ്ലാന്റ്സിന്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ട്. അപ്പൊ ഇവിടെ ഒരു ഫ്രൂട്ടിന്റെ ചെടി കണ്ടപ്പം വിചാരിച്ചു എന്നാ അതിന്റെ ഒരു വീഡിയോ ചെയ്തേക്കാം. ഈ പൂ എന്തിന്റെയാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പം മനസ്സിലായി കാണും അല്ലേ? ഇതാണ് ബ്ലാക്ക് ബെറി, അതായത് ഇവിടെ റാസ്ബെറി എന്ന് പറയുന്നുണ്ട്. അപ്പം എന്തായാലും ആയിക്കോട്ടെ, ബ്ലാക്ക് റാസ്ബെറി എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാം. അപ്പൊ ഞാനിപ്പോ ഇതിന്റെ വീഡിയോ ചെയ്യാനുള്ള കാര്യം, ഇവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുന്നിടത്തെല്ലാം ഇതുപോലെ കാട് പോലെ നിൽക്കുവാണ് കേട്ടോ. നിറച്ച് ഈ സമയത്ത് ഇത് കായ്ക്കുന്ന സമയമാണെന്ന് തോന്നി, നിറച്ചും പൂക്കളും കായുമായിട്ട് പഴുത്തതും പഴുക്കാറായതുമായിട്ട് ഇങ്ങനെ നിൽക്കുവാണേ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഞാൻ പറിച്ചെടുത്തിരുന്നു. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു ഇതിന് പുളിപ്പായിരിക്കും, ചെറിയൊരു പുളിപ്പോട് കൂടിയ മധുരം ആയിരിക്കാം എന്നാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത്. പക്ഷെ ഞാൻ പറിച്ചെടുത്തതിന് വലിയ പുളിപ്പായിട്ട് തോന്നിയില്ല, നല്ല മധുരമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇപ്പൊ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാര്യം, ഇത് കണ്ടപ്പോൾ എനിക്കൊരു ആകർഷണം തോന്നി ഇതിലേക്ക്, അങ്ങനെയാണ് ഇതിന്റെ വീഡിയോ എടുത്തത്. അപ്പൊ ഞാൻ വിചാരിച്ച് ഞാൻ കുറെ അധികം ഫ്രൂട്ട്സ് പ്ലാന്റ്സുകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആ കൂട്ടത്തിൽ ഞാൻ ഇതിന്റെ ഓർഡർ ചെയ്തിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ആ സമയത്താണ് ആരോ പറഞ്ഞത് ഒത്തിരി വള്ളി പോലെ അങ്ങ് പോകും, മുള്ളും കാണുമെന്ന്. അതുകൊണ്ട് ഞാനത് വാങ്ങിയില്ലായിരുന്നു. എന്നാ സത്യം തന്നെയാണ് കേട്ടോ, ഇതങ്ങ് പടന്ന് ഭയങ്കരമായിട്ട് മുള്ളും ആയിട്ട് പടന്ന് വലുതായിട്ട് ഇങ്ങനെ അങ്ങ് മാറും. പക്ഷെ കഴിക്കാനൊക്കെ നല്ല സാധനമാണെന്ന് വലിയ ഇത് നമുക്ക് കുറച്ചേറിയ ഒന്നും പോരാ ഇതൊന്നും നട്ടുപിടിപ്പിച്ചാല്. പിന്നെ അതിനെ പ്രത്യേകം പോട്ടിലൊക്കെ ആക്കി അധികം പടർത്താവൊക്കെ ആക്കി നട്ടുപിടിപ്പിക്കാമായിരിക്കണം. കാര്യം ഞാൻ അതുപോലെ വേറെ ഇങ്ങനെ പല പ്ലാന്റ്സ് വള്ളി പോലെ പോകുന്നതൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് പോട്ടിലൊക്കെ ആക്കി. അതുപോലെ ഇതും ചെയ്യാമിരിക്കും. എന്തായാലും ഇവിടെ ഞാൻ കണ്ടപ്പോൾ ഒത്തിരിയും കാട് പോലെയാണ്, അതെല്ലാം നിറച്ചും കായ്ച്ചൊക്കെ നല്ല രസമുണ്ട് ഇത് കാണാന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാമെന്നും വിചാരിച്ചത്. അപ്പൊ നിങ്ങളും ഇത് നമ്മുടെ കേരളത്തിൽ പലയിടത്തും ഇത് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ നിങ്ങളുടെ വീടുകളിൽ ചിലപ്പോൾ ഇത് വീഡിയോ കാണുന്നവരുടെ പലരുടെയും വീടുകളിൽ കാണാമിരിക്കും. അപ്പൊ നിങ്ങളുടെ കൈവശം ഇതിന്റെ പ്ലാന്റ് ഉണ്ടെന്ന് വരും, നിങ്ങളുടെ അഭിപ്രായം ഇതിനെ കുറിച്ചൊന്ന് പറയണേ. നമ്മുടെ നാട്ടിൽ ഇത് ഇതുപോലെ പടരാതെ തന്നെ വരുമോ, കിട്ടുമോ, എന്താന്ന് നിങ്ങൾ നട്ടിട്ടുണ്ടെന്ന് വരില്ല, എങ്ങനെയാണെന്നൊന്ന് പറയണം. കാര്യം എനിക്ക് അത് അറിഞ്ഞിട്ട് വേണം എനിക്ക് ഇതൊന്ന് നട്ടുപിടിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ കൂടുതൽ വള്ളി പോലെ ഇങ്ങനെ അങ്ങ് പോവാണെങ്കിൽ, കാട് പോലെ ആകുവാണെങ്കിൽ എനിക്കത് വാങ്ങണമെന്ന് താല്പര്യവും ഇല്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ ആരുടെയും വീടുകളിൽ ഉണ്ടെന്ന് വരെ നിങ്ങളൊരു കമന്റ് ഇടണേ. നല്ലതാണോ, എങ്ങനെയാ, നമുക്ക് വീട്ടിൽ നടാൻ പറ്റിയതാണോ ഇല്ലയോ എന്നൊന്ന് അറിയുന്നതിന് വേണ്ടിയാണ്. പല നഴ്സറികളിലും ഇതിന്റെ തൈകൾ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കുറെ ഓർഡർ കൊടുത്ത കൂട്ടത്തില് അവിടെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഞാൻ വാങ്ങിയില്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിലെങ്ങാനും ഇതുപോലെ നിങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ കമന്റിലൂടെ. കാര്യം എനിക്ക് അത് അറിഞ്ഞിട്ട് വേണം വാങ്ങി വെക്കാന്. അപ്പൊ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഇതൊന്ന് എനിക്കിതിന്റെ അറിയുകയും ചെയ്യണമായിരുന്നു, നമ്മുടെ നാട്ടിൽ നട്ടുപിടിപ്പിക്കാൻ പറ്റുമോ, ഇതുപോലെ ആകുമോ എന്നുള്ളത്. പിന്നെ നിങ്ങളെ ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാര്യം ഇവിടെ ഇങ്ങനെ കാട് പോലെയാണ് നിൽക്കുന്നത്, അതുകൊണ്ടൊന്ന് കാണിക്കാമെന്നും വിചാരിച്ചു. ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരെ എന്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരുന്നതായിരിക്കും.